നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഭാസിസ് അക്കാഡമി ഇന്ന് ഇവിടെ എടുക്കുന്ന ക്ലാസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 എന്ന ഒരു മേഖലയിൽ നിന്നുമാണ്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുണ്ടായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ രാഷ്ട്രീയ സംഭവ ഗതി വികാസങ്ങളാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നത്. എന്നാൽ അതിലേക്ക് കടക്കും മുൻപ് നമ്മുടെ നാട്ടിൽ നിലവിൽ നമ്മൾ കാണുന്ന ജനാധിപത്യ രീതിയിലുള്ള രാഷ്ട്രീയ സംവിധാനത്തിന് അടിത്തറപ്പാകിയ ചില സംഭവ വികാസങ്ങളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതും 1888 മുതലാണ് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ 1888 തിരുവിതാംകൂർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടുരാജ്യത്ത് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമുക്കറിയാം, ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൗൺസിലിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 1888 തിരുവിതാംകൂറിലാണ് ആദ്യമായിട്ടൊരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട നിയമനിർമ്മാണ സഭകളിൽ ഒന്നായിട്ടാണ് നമ്മൾ ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കണക്കാക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭ ആരംഭിച്ച നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മൈസൂരാണ്. അത് 1889 1881 മൈസൂരിൽ ഒരു നിയമനിർമ്മാണ സഭ ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് 1888 തിരുവിതാംകൂറിലെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ട് നിയമനിർമ്മാണ സഭ രൂപം കൊണ്ട ആ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിട്ട് മൈസൂരിന് ശേഷം തിരുവിതാംകൂർ വരുന്നു. കൃത്യമായി പറഞ്ഞാൽ എത്രാമത്തേതാണ്? നമ്മൾ രണ്ടാമത്തേതാണ്. അപ്പോൾ രണ്ടാമത്തെ നാട്ടുരാജ്യം എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് 1904 അതായത് 1904 എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ പേര് ശ്രീമൂലം പ്രജാസഭ എന്ന് മാറ്റപ്പെടുകയാണ്. 1904 ശ്രീമൂലം പ്രജാസഭ എന്ന പേരിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ ശ്രീമൂലം പ്രജാസഭയിൽ അയ്യൻകാളി അംഗമായിരുന്നിട്ടുണ്ട്, കുമാരനാശാൻ അംഗമായിരുന്നിട്ടുണ്ട്. അങ്ങനെ പല പ്രമുഖ വ്യക്തികളും അംഗമായിരുന്നിട്ടുള്ള ഒരു സഭയാണ് ശ്രീമൂലം പ്രജാസഭ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്ന VJT ഹാളിൽ വെച്ചിട്ടാണ് 1904 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത്. എന്നാൽ 1932 എത്തിയപ്പോഴേക്കും ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. ഒന്ന് ശ്രീമൂലം അസംബ്ലി എന്നും മറ്റൊന്ന് ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുമാണ് അറിയപ്പെട്ടത്. അപ്പോൾ ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ല ശ്രീ ചിത്തിര ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും ശ്രീമൂലം പ്രജാ അസംബ്ലി എന്നുമാണത് അറിയപ്പെട്ടത്. ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 72 ശ്രീ ചിത്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 27 ആയിരുന്നു. അങ്ങനെ 1932 ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്താണ് ഇതൊരു ദ്വിമണ്ഡല സംവിധാനമുള്ള സഭയായിട്ട് നിലവിൽ വരുന്നത്. 1938 ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മുതലായ സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിനായിട്ട് തിരുവിതാംകൂറിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938 ആയിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938 ഇതിൻ്റെ അധ്യക്ഷൻ്റെ പേര് പട്ടം എ താണുപിള്ളയായിരുന്നു. പട്ടം എ താണുപിള്ള. 1948 മാർച്ച് മാസം 24 ആദ്യത്തെ ജനകീയ മന്ത്രിസഭ തിരുവിതാംകൂറിൽ അധികാരത്തിലെത്തുന്നത്. തിരുവിതാംകൂറിൽ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് 1948 മാർച്ച് മാസം 24 പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത് പട്ടം താണുപിള്ളയും മന്ത്രിമാരായി C. കേശവൻ, TM വർഗീസ് എന്നിവരും ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായി ഉണ്ടായിരുന്നത് പട്ടം എ താണുപിള്ളയും മന്ത്രിമാരായി ഉണ്ടായിരുന്നത് C. കേശവൻ, TM വർഗീസ് എന്നിവരും ആയിരുന്നു. പിന്നീട് പട്ടം താണുപിള്ള അധികാരം ഒഴിയേണ്ടുന്ന സാഹചര്യമുണ്ടായതിനെ തുടർന്ന് പകരം പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയുടെ പേരായിരുന്നു പറവൂർ TK നാരായണപിള്ള. പറവൂർ TK നാരായണപിള്ളയാണ് പട്ടം താണുപിള്ളയ്ക്ക് പകരം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. എന്നാൽ പിന്നീട് തിരുക്കൊച്ചി എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടും തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടും പറവൂർ TK നാരായണപിള്ള തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ഇദ്ദേഹം തന്നെയായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ആരായിരുന്നു?
നമ്മുടെ പറവൂർ ടി.കെ. നാരായണപിള്ള തന്നെയായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ് സംസ്ഥാനങ്ങളിലെ ഭരണത്തലവൻ, അതായത് ഗവർണറും അതേപോലെ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ട് മുഖ്യമന്ത്രിയും നിലവിൽ വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം രൂപീകരിക്കപ്പെടുന്നത്. അതിൻ പ്രകാരം തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? പറവൂർ ടി.കെ. നാരായണപിള്ളയായിരുന്നു. എന്നാൽ 1951 മാർച്ച് മാസം ഈ മന്ത്രിസഭ രാജിവെക്കുകയും പകരം സി കേശവൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ 1951 മാർച്ച് 2 അധികാരം ഏൽക്കുകയും ഉണ്ടായി. അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ പറവൂർ ടി.കെ. നാരായണപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് സി കേശവൻ്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ 1951 മാർച്ച് മാസം 2 അധികാരമേൽക്കുകയും ചെയ്തു. സി കേശവൻ്റെ നേതൃത്വത്തിൽ 1951 മാർച്ച് മാസം 1 പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നതിന് കാരണമായത് രാജിവെച്ചുകൊണ്ട് 1951 മാർച്ച് മാസം 1 പറവൂർ ടി.കെ. നാരായണപിള്ള തൽസ്ഥാനത്തു നിന്നും ഒഴിഞ്ഞതാണ്. തുടർന്ന് 24 മണിക്കൂറിനകം 1951 മാർച്ച് 2 സി കേശവൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുകയാണുണ്ടായത്. തുടർന്ന് 1951-52 കാലഘട്ടത്തിൽ തിരുക്കൊച്ചിയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തിരുക്കൊച്ചിയിലും പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന സ്ഥാനം എ.ജെ. ജോൺ ആനാപ്പറമ്പിലിനാണ് ലഭിച്ചത്. അതായത് തിരുക്കൊച്ചിയിലെ പൊതു തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി എ.ജെ. ജോൺ ആണ്. തിരുക്കൊച്ചിയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലാണ്. ആകെ 108 സീറ്റിൽ 46 സീറ്റ് കോൺഗ്രസ് നേടുകയുണ്ടായി. തുടർന്ന് തമിഴ്നാട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി എ.ജെ. ജോൺ മന്ത്രിസഭ രൂപീകരിച്ചു. പിന്തുണ നഷ്ടപ്പെട്ടതിനാൽ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് 1954 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് പട്ടം താണപ്പിള്ളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ഒരു മന്ത്രിസഭ ഉണ്ടാക്കുകയുണ്ടായി. പി.എസ്. നടരാജപിള്ള, എം. അച്യുതൻ, പി.കെ. കുഞ്ഞ് എന്നിവരായിരുന്നു പട്ടം താണപ്പിള്ളയുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾ. 1954 അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പട്ടം താണപ്പിള്ളയുടെ മന്ത്രിസഭ രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത്. 1955 ഫെബ്രുവരി 14 വീണ്ടും തമിഴ്നാട് കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് പനമ്പിള്ളി ഗോവിന്ദമേനോൻ കോൺഗ്രസ് മന്ത്രിസഭയുടെ അധികാരത്തിൽ വരികയാണ്. ഫെബ്രുവരി 14, 1955 തമിഴ്നാട് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേൽക്കുകയാണ്. പിന്നീടുള്ള 10 മാസത്തെ ഭരണത്തിന് ശേഷം ഭരണകക്ഷിയിലുണ്ടായ ചില എതിർപ്പുകൾ മൂലം പനമ്പള്ളിയുടെ മന്ത്രിസഭ രാജിവെക്കുന്നു. തുടർന്ന് 1956 മാർച്ച് മാസം 23 സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണ്. കേരളപ്പിറവിയോടെ രാജപ്രമുഖൻ സ്ഥാനം ഇല്ലാതാവുകയും പി.എസ്. റാവു കേരളത്തിൻ്റെ ആക്ടിംഗ് ഗവർണറായി സ്ഥാനമേൽക്കുകയും ചെയ്യുകയാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അന്ന് തിരുക്കൊച്ചി സംസ്ഥാനം മാത്രമാണ് ഉള്ളത്. അങ്ങനെ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ സ്ഥാനം ഇല്ലാതാവുകയും പി.എസ്. റാവു തിരുക്കൊച്ചിയിലെ ആക്ടിംഗ് ഗവർണറായി സ്ഥാനമേൽക്കുകയും തുടർന്ന് കേരള സംസ്ഥാന രൂപീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. കൊച്ചി രാജ്യത്തെ കാര്യം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 1938 ദിവാൻ ആർ കെ ഷൺമുഖം ചെട്ടിയുടെ കാലത്താണ് കൊച്ചിയിൽ ജനകീയ ഭരണം ഏർപ്പെടുത്തപ്പെടുന്നത്. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് കോൺഗ്രസ് നേതാവായിരുന്ന അമ്പാട്ട് ശിവരാമ മേനോൻ. കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് കോൺഗ്രസിലെ അമ്പാട്ട് ശിവരാമ മേനോൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഡോക്ടർ എ.ആർ. മേനോൻ മന്ത്രിയായെങ്കിലും 1942 അവിശ്വാസ പ്രമേയം മൂലം അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യമുണ്ടായി. കൊച്ചി രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരായിരുന്നു ഇക്കണ്ട വാര്യർ, എ.ആർ. മേനോൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ. അപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്ന വ്യക്തി. മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി. തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചി എന്ന സംസ്ഥാനത്തെ അല്ലെങ്കിൽ കൊച്ചി എന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ഇക്കണ്ട വാര്യർ. തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു ഇക്കണ്ട വാര്യർ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ സ്പീക്കറായി PM വർഗീസ് സ്ഥാനമേൽക്കുകയുണ്ടായി. തിരുക്കൊച്ചി സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോനാണ് തിരുക്കൊച്ചി സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കാം. പൊതു തെരഞ്ഞെടുപ്പ് നമുക്കറിയാം 1957 കേരള നിയമസഭയിലേക്ക് നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പ് ലോകശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. കാരണം
കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിച്ചതുമെല്ലാം ലോകം അത്ഭുതത്തോടു കൂടിയിട്ടാണ് വീക്ഷിച്ചത്. കാരണം അതിനു മുൻപ് റഷ്യയിലും ചൈനയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിരുന്നുവെങ്കിലും അതൊന്നും പക്ഷേ ബാലറ്റിലൂടെ ആയിരുന്നില്ല, വിപ്ലവങ്ങളിലൂടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിരുന്നത്. 1945 ദക്ഷിണ യൂറോപ്യൻ രാജ്യമായ സാൻ മാരിനോയിൽ കമ്മ്യൂണിസ്റ്റുകൾ ജനാധിപത്യ രീതിയിൽ അധികാരത്തിലെത്തിയിരുന്നു. അത് പരിഗണിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ സംഭവമായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ ബാലറ്റിലൂടെ അധികാരത്തിൽ വരുന്നത്. അത് കേരളത്തിൽ നേടിയ തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു. 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി 60 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും 5 സ്വതന്ത്രന്മാരുടെ പിൻബലത്തിൽ 120 അംഗ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ 120 അംഗ നിയമസഭയിൽ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. കോൺഗ്രസിന് 43 പേരും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന PSPക്ക് 9, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് 9 പേരും ആയിരുന്നു അംഗനില എന്ന് പറയുന്നത്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസിനെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തു. അതോടെ കേരള നിയമസഭയിൽ ആകെ 127 അംഗങ്ങൾ ആയി. ആദ്യ തിരഞ്ഞെടുപ്പിൽ 1957 മഞ്ചേശ്വരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉമേഷ് റാവുവിന് മത്സരിക്കേണ്ടി വന്നില്ല. കാരണം അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നിയമസഭാംഗമെന്നുള്ള ബഹുമതി ലഭിച്ചിരിക്കുന്ന വ്യക്തി ഉമേഷ് റാവു ആണ്. 1957 മഞ്ചേശ്വരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉമേഷ് റാവു ആണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക നിയമസഭാംഗം എന്ന ബഹുമതി നേടിയ വ്യക്തി. ഇനി നമുക്ക് ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ 1957 ഏപ്രിൽ 5 ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത്. 1957 ഏപ്രിൽ മാസം 5 അധികാരത്തിലെത്തിയത്. ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 11 അംഗ കേരള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുകയാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണറായിരുന്ന ഡോക്ടർ ബി രാമകൃഷ്ണ റാവു ആണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. പ്രഥമ മന്ത്രിസഭയിലെ 10 അംഗങ്ങളുണ്ടായിരുന്നു. അവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അംഗങ്ങളെല്ലാവരും തന്നെ അറിയാം, എന്നിരുന്നാലും അവരുടെ വകുപ്പുകളും അവരുടെ പേരുകളും ഒന്ന് പരാമർശിക്കാം. മുഖ്യമന്ത്രിയായി ശങ്കരൻ നമ്പൂതിരിപ്പാട്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് അച്യുതമേനോൻ. നിയമം, വൈദ്യുതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ AR മേനോൻ. വിദ്യാഭ്യാസം, സഹകരണം മുതലായ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ജോസഫ് മുണ്ടശ്ശേരി. തൊഴിൽ, ഗതാഗത വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തത് TV തോമസ് ആയിരുന്നു. റവന്യൂ, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തത് KR ഗൗരിയമ്മയും. ഭക്ഷ്യം, വനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് KC ജോർജ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തത് PK ചാത്തൻ മാസ്റ്റർ. പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തത് TA മജീദ്. വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് KP ഗോപാലൻ എന്നിങ്ങനെയായിരുന്നു ഒന്നാമത്തെ കേരള മന്ത്രിസഭയിലെ അംഗങ്ങളുടെയും അവരുടെ വകുപ്പുകളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒന്നാമത്തെ മന്ത്രിസഭയ്ക്ക് എതിരായി ഉണ്ടായ സമരമാണ് വിമോചന സമരം. എന്താണ് വിമോചന സമരമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവതരിപ്പിച്ച ബില്ലുകൾ വലിയ എതിർപ്പ് സൃഷ്ടിക്കുകയുണ്ടായി. വൈകാതെ ഒരു സർക്കാർ വിരുദ്ധ ജാതി മത ചേരി രൂപപ്പെടുകയാണ്. 1959 ഏപ്രിൽ മാസം 16 ചേർത്തലയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ അന്നത്തെ കോൺഗ്രസ് നേതാവായ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഒരു പ്രഖ്യാപനം നടത്തി. ഈ സർക്കാരിൽ നിന്നുള്ള വിമോചനമാണ് ജനങ്ങൾക്ക് ആവശ്യമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഇതോടെയാണ് സർക്കാരിന് എതിരെയുള്ള സമരം വിമോചന സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1959 ജൂലൈ മാസം 12 പ്രതിപക്ഷം സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികൾ ഒരേ ചേരിയിൽ അണിനിരന്നുകൊണ്ടായിരുന്നു ഈ പ്രഖ്യാപനം നടത്തിയത്. ഇവർക്ക് ഒപ്പം ജാതിമത ശക്തികൾ കൂടി ചേർന്നതോടെ സംസ്ഥാനത്ത് പ്രക്ഷുബ്ധമായ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. അങ്കമാലി, വെട്ടുകാട്, പുല്ലുവിള, ചന്ദനത്തോപ്പ്, മൂന്നാർ, ചെറിയതുറ എന്നിവിടങ്ങളിൽ പോലീസ് വെടിവയ്പുണ്ടായി. 15 പേർ കൊല്ലപ്പെടുകയുണ്ടായി. ഭരണഘടന അനുശാസിക്കും വിധമുള്ള ഭരണസമ്പ്രദായം കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നതായി അന്നത്തെ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ റാവു രാഷ്ട്രപതിയെ അറിയിച്ചു.
ഇതിനെ തുടർന്ന് 1959 ജൂലൈ മാസം 31 ഇന്ത്യൻ ഭരണഘടനയെ 356 വകുപ്പ്, അതായത് സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 356 വകുപ്പ് പ്രകാരം ഈ സംസ്ഥാന സർക്കാർ പിരിച്ചുവിടപ്പെടുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി സഭയിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ട ആദ്യത്തെ സംസ്ഥാന മന്ത്രിസഭയാണ് EMSൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. ഇക്കാലത്ത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷയും ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളത് യാദൃച്ഛികം മാത്രം. കോൺഗ്രസ് നേതാവായിരുന്ന ജവഹർലാൽ നെഹ്റുവും മകൾ ഇന്ദിരാഗാന്ധിയുമായിരുന്നു. ഇനി വിമോചന സമരത്തിൽ മന്നം എന്ന സാമൂഹ്യ നേതാവിൻ്റെ റോൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മന്നം എന്ന നേതാവ് വിമോചന സമരത്തിൻ്റെ ഏറ്റവും ശക്തനായ വ്യക്തി അല്ലെങ്കിൽ വക്താവ് എന്ന് പറയുന്നത് അന്ന് 80 വയസ്സുണ്ടായിരുന്ന മന്നത്ത് പത്മനാഭനായിരുന്നു. അതായത് അന്ന് അദ്ദേഹത്തിന് 80 വയസ്സുണ്ടായിരുന്നു. രാജ്യദ്രോഹികളായ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഭാണ്ഡം കെട്ടിച്ച് അവരുടെ പിതൃരാജ്യമായ റഷ്യയിലേക്ക് തുരത്തിയതിനു ശേഷം മാത്രമേ എൻ്റെ ബുദ്ധിക്ക് മാർദ്ദവം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് മന്നം. അതായത് രാജ്യദ്രോഹികളായ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഭാണ്ഡം കെട്ടിച്ച് അവരുടെ പിതൃരാജ്യമായ റഷ്യയിലേക്ക് തുരത്തിയതിനു ശേഷമേ എൻ്റെ ബുദ്ധിക്ക് മാർദ്ദവം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിൻ്റെ വിജയത്തിന് ശേഷം മന്നത്ത് പത്മനാഭൻ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയും വീണ്ടും വിദ്യാഭ്യാസ സാമുദായിക രംഗത്തേക്ക് മടങ്ങുകയും ചെയ്തു. അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ട പേരുകളാണ് സമുദായ ആചാര്യൻ, ഭാരത കേസരി എന്നീ പേരുകളിൽ അറിയപ്പെട്ട വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ഭാരതകേസരി എന്നും സമുദായ ആചാര്യൻ എന്നും അറിയപ്പെട്ട വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത മറ്റുള്ള വ്യക്തികളുടെ പേരായിരുന്നു സീതി സാഹിബ്, PT ചാക്കോ, ഫാദർ വടക്കൻ, PT ചാക്കോ, KM സീതി സാഹിബ് തുടങ്ങിയവരായിരുന്നു വിമോചന സമരത്തിൻ്റെ മറ്റ് നേതാക്കന്മാർ. ഇനി വിമോചന സമരത്തിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയായിരുന്നു. ആ മുന്നണി കോൺഗ്രസ്, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ് എന്നീ കക്ഷികൾ സംയുക്തമായി മത്സരിച്ച മുന്നണിയാണ്. കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ പ്രത്യേകതയും കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ ആരംഭവും ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി പട്ടം എ താണപ്പിള്ള തിരഞ്ഞെടുക്കപ്പെടുകയാണ്. 1960 ഫെബ്രുവരി 1 നടന്ന തിരഞ്ഞെടുപ്പിലായിരുന്നു പട്ടം താണപ്പിള്ള കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുന്നത്. 63 സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഒന്നാം നിയമസഭയിൽ 65 സീറ്റുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വെറും 29 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 20 സീറ്റ്, മുസ്ലിം ലീഗിന് 11 സീറ്റ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള RSPക്ക് 1 സീറ്റ്, കർണാടക സമിതിക്ക് 1 സീറ്റ് എന്നിങ്ങനെയായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ കക്ഷി നിലയായിട്ട് കണക്കാക്കുന്നത്. PSPക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് അവരുമായിട്ട് സഖ്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 1960 ഫെബ്രുവരി മാസം 22 പട്ടം താണപ്പിള്ള കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് നേതാവായ R ശങ്കർ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. രണ്ടാമത്തെ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിട്ട് PSP നേതാവായ പട്ടം താണപ്പിള്ളയും ഉപമുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായ R ശങ്കറും വരികയാണ്. എന്നാൽ ലീഗിന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം സംഭവിച്ചു. ലീഗിന് അയിത്തം കൽപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. തിരഞ്ഞെടുപ്പിൽ ലീഗുമായിട്ട് സഖ്യം ചെയ്തിരുന്നെങ്കിലും, ഇത് സഖ്യം എന്നാണ്, തിരഞ്ഞെടുപ്പിൽ ലീഗുമായിട്ട് സഖ്യം ചെയ്തിരുന്നു എങ്കിലും പട്ടം മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് പ്രാധാന്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം നൽകിയില്ല. എന്നാൽ ലീഗ് നേതാവായിരുന്ന അല്ലെങ്കിൽ ലീഗിൻ്റെ നോമിനിയായിരുന്ന KM സീതി സാഹിബിനെ നിയമസഭയുടെ സ്പീക്കറാക്കി. എന്നാൽ സീതി സാഹിബിൻ്റെ മരണത്തോടുകൂടി രാഷ്ട്രീയ സാഹചര്യം മാറുകയാണുണ്ടായത്. സീതിക്ക് പകരം മറ്റൊരു നേതാവ് സ്പീക്കർ പദവി വഹിക്കുന്നതിനെ KM സീതി സാഹിബിനെ നിയമസഭാ സ്പീക്കറാക്കുകയുണ്ടായി. എന്നാൽ സീതി സാഹിബിൻ്റെ മരണത്തോടുകൂടി രാഷ്ട്രീയ സാഹചര്യം മാറ്റപ്പെട്ടു. സീതി സാഹിബിന് പകരം മറ്റൊരു ലീഗ് നേതാവിന് സ്പീക്കർ പദവി വഹിക്കുന്നതിനെ KPCC പ്രസിഡൻ്റായിരുന്ന CK ഗോവിന്ദൻ നായർ എതിർത്തു. അതായത് 3 കക്ഷികളായിരുന്നു രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിലെത്തിയത്: കോൺഗ്രസ്, PSP, ലീഗ്. PSPക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു, കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു. അതേപോലെ ലീഗിന് സ്പീക്കർ സ്ഥാനമായിരുന്നു നൽകിയിരുന്നത്. ലീഗിൻ്റെ നേതാവായ സീതി സാഹിബ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തുടർന്ന് വീണ്ടും
സ്പീക്കർ സ്ഥാനം ലീഗിന് കൊടുക്കുന്നതിലെ കോൺഗ്രസ് നേതാവായിരുന്ന CK ഗോവിന്ദൻ നായർ എതിർത്തു. ആർ ശങ്കർ, പി ടി ചാക്കോയൊക്കെ നയിച്ച കോൺഗ്രസിലെ എതിർപക്ഷം ലീഗിന് തുടർന്നും സ്പീക്കർ സ്ഥാനം നൽകണമെന്ന് വാദിക്കുകയുണ്ടായി. പ്രശ്നത്തിൽ ഇടപെട്ട കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പരിഹാരമായിട്ട് വിചിത്രമായൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതായത് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇത്രയുള്ളൂ: മുസ്ലിം ലീഗ് അംഗത്വം രാജിവെച്ച ലീഗിൻ്റെ നോമിനിക്ക് സ്പീക്കർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന് നൽകില്ല, പകരം ലീഗിൻ്റെ അംഗത്വം രാജിവെക്കുന്ന നോമിനി ആരാണോ അദ്ദേഹത്തിന് നൽകാമെന്നായിരുന്നു പറഞ്ഞത്. വർഗീയ വീഴ്ചയില്ലാത്ത മുസ്ലിം എന്ന നിർദ്ദേശമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. അത് ലീഗ് അംഗീകരിക്കുകയും അപ്രകാരം ലീഗിൻ്റെ അംഗത്വം രാജിവെച്ച് CH മുഹമ്മദ് കോയ 1961 ജൂൺ മാസം 9 കേരള നിയമസഭയുടെ മൂന്നാമത്തെ സ്പീക്കറായിട്ട് വരികയാണുണ്ടായത്. കേരള നിയമസഭയുടെ മൂന്നാമത്തെ സ്പീക്കറായിട്ട് വരികയാണ് ആര്? നമ്മളുടെ CH മുഹമ്മദ് കോയ. ഈ വേഷപ്പകർച്ച ലീഗിൻ്റെ ആത്മാഭിമാനത്തിനേറ്റൊരു കനത്ത തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കാലത്ത് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നെഹ്റു നടത്തിയ ഒരു പരാമർശം ഭരണമുന്നണിയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി. ലീഗ് ഒരു ചത്ത കുതിരയാണ്, ലീഗിനെ കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിക്കണം എന്നായിരുന്നു നെഹ്റുവിൻ്റെ വിവാദ പരാമർശം. ലീഗ് ഒരു വർഗീയ സംഘടനയാണെന്ന് KPCC പ്രസിഡൻ്റായിരുന്ന CK ഗോവിന്ദൻ നായരും പ്രഖ്യാപിച്ചു. ഇതോടെ ലീഗും കോൺഗ്രസും PSPയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുകയാണ്. ആത്മാഭിമാനമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നണിയിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത്. 1961 നവംബർ 10 CH മുഹമ്മദ് കോയ സ്പീക്കർ സ്ഥാനം രാജിവെച്ചു. ഇതോടുകൂടി പുതിയൊരു സ്പീക്കർ വരികയാണ്. പുതിയ സ്പീക്കറിൻ്റെ പേരായിരുന്നു അലക്സാണ്ടർ പറമ്പിത്തറ എന്ന് പറയും. കോൺഗ്രസ് നേതാവായ അലക്സാണ്ടർ പറമ്പിത്തറ പുതിയ സ്പീക്കറായി ചുമതല ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണപിള്ളയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായ പട്ടത്തിനെ ഗവർണർ ആക്കുന്നതിനുള്ള നടപടികളാണ് പിന്നീട് ത്വരിതമായി നടന്നത്. ഭരണമുന്നണിയിൽ നിന്നുള്ള ലീഗിൻ്റെ പിന്മാറ്റത്തെ തുടർന്ന് വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുത്തു. കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ഇടഞ്ഞ പട്ടം താണപിള്ളയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി. 1962 സെപ്റ്റംബർ 25 പട്ടം താണപിള്ള പഞ്ചാബിലെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുകയാണ്. 1967 വരെ ആ പദവി വഹിച്ച അദ്ദേഹം ഒരു വർഷക്കാലം ആന്ധ്ര ഗവർണറുടെ ചുമതലയും വഹിക്കുകയുണ്ടായി. പട്ടം അറിയപ്പെടുന്നത് രാഷ്ട്രീയ ഭീഷ്മ ആചാര്യൻ എന്ന പേരിലാണ് പട്ടം താണപിള്ള അറിയപ്പെടുന്നത്. കാരണം തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിരുന്നു പട്ടം താണപിള്ള. തിരുവിതാംകൂറും കൊച്ചി സംയോജിച്ചുണ്ടായ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണപിള്ള. പഞ്ചാബ്, ആന്ധ്ര എന്നീ പ്രദേശങ്ങളിലെ ഗവർണർ പദവികൾ വഹിച്ച ശേഷം പട്ടം താണപിള്ള അദ്ദേഹം 1966 പൊതുരംഗത്തു നിന്നും വിരമിക്കുകയും 1970 അന്തരിക്കുകയുമുണ്ടായി. കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഭജികയിൽ തൻ്റേതായ ഒരു മേൽവിലാസം എഴുതി ചേർത്ത പട്ടം താണപിള്ള കേരളത്തിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പട്ടം താണപിള്ള മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ച് ഗവർണർ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോവുകയാണ്. അതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിലേക്ക് എത്തുകയാണ്. അങ്ങനെ കോൺഗ്രസിന് ആദ്യത്തെ മുഖ്യമന്ത്രിയെ ലഭിക്കുകയാണ്. പട്ടം താണപിള്ള രാജിവെച്ചതിനെ തുടർന്ന് 1962 സെപ്റ്റംബർ മാസം 26 കോൺഗ്രസ് നേതാവായ ആർ ശങ്കർ മുഖ്യമന്ത്രിയായി. പട്ടം മന്ത്രിസഭയിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇതിനിടെ PSP സംയുക്ത മന്ത്രിസഭയിൽ നിന്ന് പിന്മാറുകയുണ്ടായി. പട്ടം താണപിള്ളയോട് കാണിച്ച അനീതിയാണെന്നും ഞങ്ങൾ ഈ മന്ത്രിസഭയിൽ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് PSPയുടെ മന്ത്രിമാരായിരുന്ന K ചന്ദ്രശേഖരൻ, അതേപോലെ D ദാമോദരൻ പോറ്റി, ലളിതാംബിക അന്തർജനത്തിൻ്റെ സഹോദരനാണ് D ദാമോദരൻ പോറ്റി, ഇവർ രാജിവെക്കുകയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ മുന്നണിയിൽ നിന്നും വിട്ടുപോയിരുന്നു. ഇതോടെ സംയുക്ത മന്ത്രിസഭയിൽ കോൺഗ്രസ് മാത്രം അവശേഷിക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ നടന്നൊരു സംഭവമാണ് പീച്ചി സംഭവം എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ കോളിളക്കം സൃഷ്ടിച്ച വിവാദം എന്ന് പറയുന്നത് പീച്ചി സംഭവമാണ്. ഈ വിവാദത്തിൽ നായകനായിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ നേതാവും അതേസമയത്ത് തന്നെ ആഭ്യന്തര വകുപ്പും റവന്യൂ വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുമായ PT ചാക്കോയുമായിരുന്നു. 1963 ഡിസംബർ 1 തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ PT ചാക്കോ ആഭ്യന്തര റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായ ശ്രീ PT ചാക്കോ ഓടിച്ചിരുന്ന കാറ് ഒരു ഉന്തുവണ്ടിയിലിടിച്ചു. വണ്ടിക്കാരന് പരിക്കേറ്റു.
പക്ഷെ കാർ നിർത്താതെ ഓടിച്ചുപോയി. ഒടുവിൽ ആഭ്യന്തര മന്ത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരമറിയിച്ചു. സംഭവസ്ഥലത്ത് വാഹനം നിർത്താതെ പോകാൻ കാരണം മന്ത്രിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന ആരോപണവും ആക്ഷേപവും ഉയർന്നു വരികയാണ്. ആരോപണവും ആക്ഷേപവും ശക്തി പ്രാപിച്ചു. ഇതേ തുടർന്ന് 1964 ജനുവരിയിൽ ചേർന്ന നിയമസഭാ സമ്മേളനം പ്രക്ഷുബ്ധമാവുകയും കോൺഗ്രസ് അംഗമായിരുന്ന ഇ.പി. ഗോപാലൻ ഈ പ്രശ്നം സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. സഭയ്ക്ക് പുറത്ത് ഗോപാലൻ നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചു. ഒന്നുകിൽ മന്ത്രിയുടെ രാജി വേണം, അല്ലെങ്കിൽ എൻ്റെ മരണം, അതായത് മരണം വരെ ഉപവസിക്കും, അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കുന്നത് വരെ ഉപവസിക്കും എന്നതായിരുന്നു മുദ്രാവാക്യം. വിഷയം ഏറ്റുപിടിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് കൂട്ട സത്യാഗ്രഹം നടത്തുകയുണ്ടായി. അങ്ങനെ പ്രതിപക്ഷം സ്പോൺസർ ചെയ്ത ഒരു സമരം ഇവിടെ നടത്തപ്പെടുകയാണ്. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് കൂട്ട സത്യാഗ്രഹം നടത്തി. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടപെടൽ അവസാനമുണ്ടാവുകയും ഗോപാലൻ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പി.ടി. ചാക്കോയുടെ രാജിയിലേക്കും മരണത്തിലേക്കും നയിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പി.ടി. ചാക്കോ രാജിവെക്കാത്ത പക്ഷം 27 കോൺഗ്രസ് എം.എൽ.എമാർ രാജിവെക്കുമെന്ന് കോൺഗ്രസ് നേതാവായ C.M. സ്റ്റീഫൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ നേതാവായ C.M. സ്റ്റീഫൻ അദ്ദേഹം കൂടുതലും പ്രവൃത്തിയെടുത്തിരുന്നത് നമ്മുടെ കേന്ദ്ര പാർലമെൻ്ററി സിസ്റ്റത്തിലായിരുന്നു. അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത് പി.ടി. ചാക്കോ രാജിവെക്കാത്ത പക്ഷം 27 കോൺഗ്രസ് എം.എൽ.എമാർ രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആഭ്യന്തരമന്ത്രിയിൽ തനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നും ഇനി ഒരുമിച്ച് പോവുക എന്നത് ദുഷ്കരമാണെന്നും മുഖ്യമന്ത്രി ആർ ശങ്കർ തന്നെ പരസ്യമായിട്ട് പറയുകയുണ്ടായി. അതായത് മുഖ്യമന്ത്രി ആർ ശങ്കർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞെന്താണ്? മുഖ്യമന്ത്രി ആർ ശങ്കർ പറഞ്ഞ കാര്യം ഇതാണ്: ആഭ്യന്തരമന്ത്രിയിൽ എനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നും ഇനി ഒരുമിച്ച് പോവുക ദുഷ്കരമാണെന്നും പറഞ്ഞു. ഇതിനെ തുടർന്ന് 1964 ഫെബ്രുവരി 20 ചാക്കോ മന്ത്രിപദം രാജിവെച്ചു. തിരികെ അദ്ദേഹത്തിൻ്റെ തൊഴിലായ അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോടെത്തി അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവിലുംപാറ എന്നൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം 1964 ഓഗസ്റ്റ് 1 അന്തരിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് ഒരു പ്രാദേശിക കക്ഷി രൂപം കൊള്ളുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടായത് കേരളത്തിലാണ്. അതേപോലെ ആദ്യത്തെ പ്രാദേശിക കക്ഷി പിറക്കുന്നതും കേരളത്തിലാണ്. കേരളത്തിൽ പിറവിയെടുത്ത ആദ്യത്തെ പ്രാദേശിക കക്ഷിയുടെ പേരാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ആർ ശങ്കറും ചാക്കോയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ആഭ്യന്തരമന്ത്രിയുടെ രാജിയിൽ കലാശിച്ചത്. പി.ജി. സംഭവം അഭിപ്രായ ഭിന്നതകളെ മറനീക്കി പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രം. 1964 ജൂൺ മാസത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ചാക്കോ പരാജയപ്പെട്ടിരുന്നു. ചാക്കോയെ കോൺഗ്രസ് MLA-മാരിൽ 15 പേർ KM ജോർജിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന പേരിൽ ഒരു രൂപം കൊള്ളുകയാണ്. അതായത് ചാക്കോയുടെ മരണത്തെ തുടർന്ന് കോൺഗ്രസ് MLA-മാരിൽ 15 പേര് KM ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് സമുദ്ധാരണ സമിതി എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയാണ് ഉണ്ടായത്. ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു ഉപനേതാവായിട്ടുണ്ടായിരുന്നത്. ആർ ബാലകൃഷ്ണപിള്ള ഉപനേതാവ്. 1964 ഒക്ടോബർ 9 കോട്ടയത്തെ ലക്ഷ്മി വിലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിലാണ് കേരള കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. കേരള കോൺഗ്രസ് പിറവിയെടുത്തത് ലക്ഷ്മി വിലാസം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വെച്ചിട്ടാണ്. ക്രൈസ്തവ മതാധ്യക്ഷന്മാരുടെയും മന്നത്ത് പത്മനാഭൻ്റെയും പിന്തുണ കേരളത്തിലെ ആദ്യത്തെ പ്രാദേശിക കക്ഷി കൂടിയായ കേരള കോൺഗ്രസിനായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യ പ്രാദേശിക കക്ഷികളിൽ ഒന്നായിരുന്നു ഇത്. KM ജോർജ്, ആർ ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരായിരുന്നു കേരള കോൺഗ്രസ് എന്ന സംഘടനയുടെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ ആർ ശങ്കറിൻ്റെ പതനമാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ആർ ശങ്കർ 1964 സെപ്റ്റംബർ മാസം 8 PSP നേതാവായിരുന്ന PK കുഞ്ഞ് ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം ഒരു മന്ത്രിസഭയ്ക്ക് എതിരെ കൊണ്ടുവരപ്പെടുകയാണ്. അത് കൊണ്ടുവന്നത് PK കുഞ്ഞ് ആയിരുന്നു. ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായിട്ടായിരുന്നു അവിശ്വാസം. 50-ന് എതിരെ 73 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസ്സായി. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഖ്യാതി ആർ ശങ്കറിന് ലഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ആർ ശങ്കർ മന്ത്രിസഭ രാജിവെച്ചു. കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചു നിന്ന 15 MLA-മാരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. അങ്ങനെ കേരളം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാവുകയാണ്. പിൽക്കാലത്ത് രാഷ്ട്രപതിയായി തീർന്ന VV ഗിരി ആയിരുന്നു ഇക്കാലത്ത് കേരള ഗവർണറായിട്ടുണ്ടായിരുന്നത്. പിൽക്കാലത്ത് രാഷ്ട്രപതിയായി തീർന്ന VV ഗിരി ആയിരുന്നു കേരള ഗവർണർ. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുകയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് ഈ അവസരത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 1964 ഏപ്രിൽ 11 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് കേരള ഘടകത്തെയും കാര്യമായ രീതിയിൽ ബാധിച്ചു. നേതാക്കന്മാർ ഏറെയും ഔദ്യോഗിക പക്ഷത്ത് അഥവാ CPIയുടെ പക്ഷത്താണ് നിലകൊണ്ടിരുന്നത്. എന്നാൽ അണികളിൽ ഭൂരിഭാഗവും വിമതപക്ഷത്ത് അഥവാ CPMൻ്റെ പക്ഷത്ത് ആയി. 1962 ചൈനയുടെ ഇന്ത്യ ആക്രമണവും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പിളർപ്പുമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ചത്. ഔദ്യോഗിക പക്ഷം റഷ്യയെ അനുകൂലിച്ചു, വിമതപക്ഷം ചൈനയുടെ പക്ഷത്ത് നിന്നു. അങ്ങനെ രണ്ട് വിഭാഗവും രണ്ട് പക്ഷത്തും നിലയുറപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ തകരുന്നത്. CPIയുടെ 96 അംഗ ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേരാണ് ഔദ്യോഗിക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. EMS, AK ഗോപാലൻ മുതലായ 6 കേരളീയരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആ 6 പേരിൽ ഒരൊറ്റ വ്യക്തിയെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് VS അച്യുതാനന്ദൻ. സപ്തകക്ഷി മുന്നണിയുടെ വിജയമാണ് നമ്മൾ നോക്കുന്നത്. 1967 ഫെബ്രുവരി 20 നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരമാണ് നടന്നത്. CPM ഉണ്ടായിരുന്നു, CPI ഉണ്ടായിരുന്നു, ലീഗ് ഉണ്ടായിരുന്നു, RSP ഉണ്ടായിരുന്നു, SSP ഉണ്ടായിരുന്നു. KTP, KSP എന്നീ കക്ഷികൾ ചേർന്ന് രൂപവൽക്കരിച്ച സപ്തകക്ഷി മുന്നണി. ഈ മുന്നണി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതേ തുടർന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് EMS വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. 1967 മാർച്ച് മാസം 6 EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. KR ഗൗരിയമ്മ, MK കൃഷ്ണൻ, MN ഗോവിന്ദൻ നായർ, TV തോമസ്, PK ദിവാകരൻ, PK കുഞ്ഞ്, മത്തായി മാഞ്ഞൂരാൻ, PR കുറുപ്പ്, B വെല്ലിംഗ്ടൺ, EK ഇമ്പിച്ച് ബാവ, അഹമ്മദ് കുരിക്കൽ, CH മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടിനഹ എന്നിവരായിരുന്നു സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഈ കാലയളവിലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ വക ലോട്ടറി തുടങ്ങുന്നത്. സർക്കാർ നിയമനങ്ങളിൽ പോലീസ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ മദ്യനിരോധനം എന്നിവ നിർത്തലാക്കിയത് EMS മന്ത്രിസഭയുടെ നടപടി പ്രകാരമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ ലോട്ടറി ആരംഭിച്ചത് 1967 1967 ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന ധനമന്ത്രിയായിരുന്ന PK കുഞ്ഞ് ലോട്ടറി എന്നൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. തുടക്കം മുതൽ തന്നെ സപ്തകക്ഷി മുന്നണിയിൽ ആഭ്യന്തര തർക്കം നിലവിലിരുന്നു. കാരണം പല രാഷ്ട്രീയ പാർട്ടികൾ, പല ചിന്താഗതികളുള്ള വ്യക്തികൾ ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന കക്ഷിയാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അഭിപ്രായ ഭിന്നത എന്നത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ തുടക്കം മുതൽ സപ്തകക്ഷി മുന്നണിയിൽ ആഭ്യന്തര തർക്കം നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പല മന്ത്രിമാർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉയരുകയുണ്ടായി. ആരോപണത്തിൻ്റെ പേരിൽ ആദ്യം രാജിവെക്കേണ്ടി വന്നത് PK കുഞ്ഞിനാണ്. PK കുഞ്ഞിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തു. PK കുഞ്ഞിൽ നിന്ന് ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് മുഖ്യമന്ത്രിയായിരുന്ന EMS ആണ്. ഇതോടുകൂടി ഭരണമുന്നണിയിൽ CPMനെതിരായിട്ട് CPIയുടെ നേതൃത്വത്തിൽ ഒരു കുറുമുന്നണി രൂപം കൊള്ളുകയാണ്. അപ്പോൾ ഭരണമുന്നണിയിൽ CPMനെതിരെ CPIയുടെ നേതൃത്വത്തിൽ ഒരു കുറുമുന്നണി രൂപം കൊണ്ടു. 1950 ഓഗസ്റ്റിൽ മുഖ്യമന്ത്രി EMS ചികിത്സാ കാരണങ്ങളാൽ പൂർവ്വ ജർമ്മനിയിലേക്ക് പോവുകയുണ്ടായി. ഇക്കാലത്ത് ആരോഗ്യമന്ത്രി B വെല്ലിംഗ്ടണിനെതിരെ അഴിമതി ആരോപണം ഉയർന്നു. ആരോപണം അന്വേഷിക്കണമെന്നൊരു പ്രമേയം 59-നെതിരെ 70 വോട്ടുകൾക്ക് പാസ്സാവുകയാണ്. CPIയുടെ കുറുമുന്നണി പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. 1969 ഒക്ടോബർ 4 മുഖ്യമന്ത്രി ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തുകയാണ്. വെല്ലിംഗ്ടണിന് എതിരെ മാത്രമല്ല CPI മന്ത്രിമാരായ MN ഗോവിന്ദൻ നായർക്കെതിരെയും TV തോമസിനെതിരെയും ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഇതോടെ ഇത്തരത്തിലുള്ള കക്ഷികൾ ഒരു മുന്നണി യോഗം ചേരുകയാണ്. നമ്മൾ കുറുമുന്നണി എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറുമുന്നണി യോഗം ചേർന്ന് തങ്ങളുടെ മന്ത്രിമാർ രാജിവെക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ MN ഗോവിന്ദൻ നായർ, TV തോമസ്, PR കുറുപ്പ്, TK ദിവാകരൻ, ഔക്കാദർ കുട്ടിനഹ, B വെല്ലിംഗ്ടൺ എന്നിവർ തുടർച്ചയായിട്ട് രാജിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് CPMൻ്റെ മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷിക്കണമെന്ന് TM മജീദ് അവതരിപ്പിച്ച പ്രമേയം പാസാക്കി. ഇതോടെ EMS സഹമന്ത്രിമാർക്കൊപ്പം ജാഥയായിട്ട് രാജ്ഭവനിലേക്ക് എത്തിച്ചേരുകയും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ രാജി ഗവർണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഗവർണറായിരുന്ന വ്യക്തിയുടെ പേരാണ് V വിശ്വനാഥനായിരുന്നു അന്നത്തെ കേരള ഗവർണർ. അച്യുതമേനോൻ്റെ വരവാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഐക്യമുന്നണിയുടെ മന്ത്രിസഭയായിട്ട് ഭരിച്ച വ്യക്തിയാണ് അച്യുതമേനോൻ.
സപ്തകക്ഷി മുന്നണി എന്ന ആ ഒരു ബന്ധം ഇതിനകം ശിഥിലമായി കഴിഞ്ഞതുകൊണ്ട് തന്നെ CPI അതിൻ്റെ രാജ്യസഭാംഗമായ സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഒരു മാർക്സിസ്റ്റ് ഇതര മന്ത്രിസഭ രൂപീകരിക്കുവാൻ തീരുമാനിക്കുകയും ആ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയും ഉണ്ടായി. 8 പേരടങ്ങുന്ന മന്ത്രിസഭയിൽ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ കക്ഷികൾ അംഗമാവുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണുണ്ടായത്. നിയമസഭയിൽ അംഗമല്ലാതിരുന്ന അച്യുതമേനോന് വേണ്ടി കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നുള്ള ചന്ദ്രശേഖരൻ നായർ രാജിവെച്ച് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടത്തപ്പെടുകയും 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അച്യുതമേനോൻ വിജയിക്കുകയും ചെയ്തു. തുടർന്ന് നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തുകൊണ്ട് കേരള മന്ത്രിസഭ 1970 ജൂൺ 26 മുഴുവനായി രാജിവെക്കുകയാണ് ഉണ്ടായത്. ഇതിനിടെ കക്ഷിബന്ധങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ കക്ഷിബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങളും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 1970 സെപ്റ്റംബർ 17 നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കക്ഷിബന്ധങ്ങൾ ഏറെക്കുറെ മാറിയിരുന്നു. CPM, SSP സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് SSP, ISP ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയവ ചേർന്ന ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസ്, CPI, ലീഗ്, PSP, RSP എന്നിവ അടങ്ങിയ ഐക്യമുന്നണി. അപ്പോൾ ഐക്യമുന്നണിയും അതേപോലെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയും തമ്മിലായിരുന്നു 1970 മത്സരം നടന്നത്. നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ഇവിടെ സംഘടനാ കോൺഗ്രസും കേരള കോൺഗ്രസും മൂന്നാം മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ഈ മത്സരത്തിനൊടുവിൽ 32 സീറ്റ് നേടിയ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് അംഗീകരിക്കപ്പെട്ടു. 1970 ഒക്ടോബർ മാസം 4 CPI നേതാവ് സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ 6ാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് മന്ത്രിസഭയിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. 1971 സെപ്റ്റംബർ 29 കോൺഗ്രസ് ഈ മന്ത്രിസഭയിലേക്ക് ചേർന്നു. കെ കരുണാകരൻ, KT ജോർജ്, ഡോക്ടർ KG അടിയോടി, വക്കം പുരുഷോത്തമൻ, വെള്ള ഈച്ചരൻ എന്നിവരായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രിമാർ. ഐക്യമുന്നണി മന്ത്രിസഭയിൽ പുറത്തുനിന്ന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന കോൺഗ്രസ് 1971 മന്ത്രിസഭയിൽ ചേർന്നു. കെ കരുണാകരൻ, KT ജോർജ്, ഡോക്ടർ KG അടിയോടി, വക്കം പുരുഷോത്തമൻ, വെള്ള ഈശ്വരൻ എന്നിവരായിരുന്നു കോൺഗ്രസിൻ്റെ മന്ത്രിമാരായി ഉണ്ടായിരുന്നവർ. ഇതേപോലെ CPIക്ക് മന്ത്രിമാരായിട്ട് കുറച്ചാളുകൾ വരികയാണ്. അതായത് CPIയുടെ 3 മന്ത്രിമാരെ മാറ്റിക്കൊണ്ട് ഏറ്റവും മികച്ച മന്ത്രിമാരായ കുറച്ചുപേർ വരികയാണ്. അതിലൊരാളായിരുന്നു MN ഗോവിന്ദൻ നായർ, TV തോമസ്. അങ്ങനെ MN ഗോവിന്ദൻ നായരും TV തോമസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ CPIയും നല്ല മികച്ച മന്ത്രിമാരെ രംഗത്ത് ഇറക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നടന്നൊരു പ്രധാന സംഭവ വികാസമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 അർദ്ധരാത്രിയിലാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1975 ജൂൺ 25 അർദ്ധരാത്രിയിലാണ്. കെ കരുണാകരനായിരുന്നു ഇക്കാലത്ത് ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാലയളവിൽ അടിയന്തരാവസ്ഥ കാലയളവിൽ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് കെ കരുണാകരനാണ്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയുടെ വളർച്ചയെക്കുറിച്ചും AK ഗോപാലൻ എന്ന AKG ഒരു പരാമർശം നടത്തുകയുണ്ടായി. അത് എന്താണ് എന്ന് വെച്ചാൽ പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്നാണ് AK ഗോപാലൻ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് വിശേഷിപ്പിച്ച വിശേഷണമെന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നതായിരുന്നു പ്രതിപക്ഷ കക്ഷികളുടെ മുദ്രാവാക്യം. അപ്പോൾ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നത് ആരുടെ മുദ്രാവാക്യമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പ്രതിപക്ഷ കക്ഷികളുടെ മുദ്രാവാക്യമാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നത്. അടിയന്തരാവസ്ഥയിൽ ഒട്ടേറെ പോലീസുകാരുടെ അതിക്രമങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന P രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ആ രാജൻ പിന്നീട് പുറം ലോകം കാണാത്തതും ഇപ്പോഴും പ്രസക്തമായൊരു കാര്യമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. 1977 മാർച്ചിൽ തിരഞ്ഞെടുപ്പിൽ ഭരണത്തിലിരുന്ന ഐക്യജനാധിപത്യ മുന്നണി 110 സീറ്റ് നേടുകയുണ്ടായി. അപ്പോൾ 110 സീറ്റ് ഐക്യമുന്നണി നേടുകയുണ്ടായി. കെ കരുണാകരൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അതുപോലെ കെ കരുണാകരൻ 1977 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. എന്നാൽ രാജൻ കേസിനെ തുടർന്ന് കരുണാകരനെ രാജിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് AK ആൻ്റണിയാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. എന്നാൽ ചിക്കമംഗളൂരുവിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് പാർട്ടി പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ ആദർശധീരൻ എന്ന പേരുകേട്ട AK ആൻ്റണി രാജിവെച്ചു. തുടർന്ന് CPI നേതാവായ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. 1979 ഒക്ടോബർ 7 അദ്ദേഹവും രാജിവെച്ചു. തുടർന്ന് 3-4 ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ 12 ലീഗിൻ്റെ നേതാവായ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാവുകയാണ്.
ഡിസംബറിൽ അദ്ദേഹവും രാജിവെച്ചതോടെ സംസ്ഥാനം വീണ്ടും രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ ആവുകയാണ്. രാജൻ സംഭവത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഷാജി എൻ കരുൺ എന്ന വ്യക്തി സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്. അതിൻ്റെ പേരാണ് പിറവി എന്ന് പറയുന്നതാണ്. പറ്റുമെങ്കിൽ എല്ലാവരും പോയി ഒന്ന് കാണാനായിട്ട് നോക്കുക. രാജൻ സംഭവം ആധാരമാക്കി ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി എന്ന് പറയുന്നത്. രാജൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഈച്ചര വാര്യർ. ഈച്ചര വാര്യർ എഴുതിയ കൃതിയുടെ പേരാണ് ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ ഈച്ചര വാര്യരുടെ സ്മരണകളാണ്. അത് അദ്ദേഹം രാജൻ്റെ പിതാവാണ്. 1989 പിറവി എന്ന ചിത്രം ഷാജി എൻ കരുൺ സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കുകയാണല്ലേ. 1978 ദേശീയ തലത്തിലുള്ള പിളർപ്പിനെ തുടർന്ന് കേരളത്തിലും കോൺഗ്രസ് രണ്ടായി കഴിഞ്ഞു. കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിന് കോൺഗ്രസ് എ കെ ആൻ്റണി നേതൃത്വം നൽകി. കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിന് എ കെ ആൻ്റണി നേതൃത്വം നൽകി. ഇന്ദിരയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് ഐയുടെ നേതൃത്വം കെ കരുണാകരനും ഏറ്റെടുക്കുകയാണ്. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കക്ഷിബന്ധങ്ങൾ പൊതുവെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു. CPM ഉം CPI യും കോൺഗ്രസിലെ ആൻ്റണി ഗ്രൂപ്പും RSPയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകളും എല്ലാം അഖിലേന്ത്യാ ലീഗ് എന്ന ആശയത്തെ ശക്തമായിട്ട് ഉയർത്തിക്കാണിക്കുകയാണുണ്ടായത്. ജനുവരി 25 വീണ്ടും കെ നയനാർ മുഖ്യമന്ത്രിയായിട്ട് വരികയാണ്. എന്നാൽ ഒക്ടോബർ 21 കോൺഗ്രസും ആൻ്റണി ഗ്രൂപ്പും മാണി കേരള കോൺഗ്രസും ഇദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിക്കുകയാണ്. അതായത് നയനാർ മുഖ്യമന്ത്രിയായി വീണ്ടും വരികയാണ്, മൂന്നാം തവണയും വരികയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ നയനാരുടെ മൈക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. എവിടെ നഷ്ടപ്പെട്ടു എന്നല്ല, അദ്ദേഹത്തിൻ്റെ അവസരം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ കെ നയനാർ മുഖ്യമന്ത്രിയായി. എന്നാൽ ഒക്ടോബർ 21 കോൺഗ്രസിലെ ആൻ്റണി ഗ്രൂപ്പും കേരള കോൺഗ്രസിലെ മാണി കേരള കോൺഗ്രസും പിന്തുണ പിൻവലിച്ചതോടുകൂടി എന്താണ്, മുഖ്യമന്ത്രി സ്ഥാനം നമ്മുടെ കെ നയനാർക്ക് നഷ്ടമാവുകയാണ്. അതാണ് അദ്ദേഹത്തിന് മൈക്ക് നഷ്ടമായി എന്ന വ്യംഗ്യമായ ഭാഷയിൽ നമ്മളിവിടെ സൂചിപ്പിച്ചത്. വൈകാതെ ആൻ്റണി ഗ്രൂപ്പ് കോൺഗ്രസ് ഐയിൽ ലയിച്ചു. മാണി ഗ്രൂപ്പാണെങ്കിലോ UDFൻ്റെ ഭാഗവുമായിട്ട് മാറി. ഇതോടുകൂടി ഡിസംബർ 28 കെ കരുണാകരൻ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുകയാണ്. ഇനി നമുക്കൊന്ന് AC ജോസ് എന്നുള്ള പേരിലേക്ക് നോക്കാം. AC ജോസും കാസ്റ്റിംഗ് വോട്ടും എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ AC ജോസും കാസ്റ്റിംഗ് വോട്ടും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കേരള കോൺഗ്രസിൽ MLA ആയ ലോനപ്പൻ നമ്പാടൻ പാർട്ടി വിട്ടു. അദ്ദേഹം മുന്നണിക്ക് പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. അതോടെ കരുണാകരൻ്റെ മന്ത്രിസഭ പ്രതിസന്ധിയിലായി. ഈ മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താനായിട്ട് നിയമസഭാ സ്പീക്കറായ AC ജോസിനെ അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ എന്താണ് കാസ്റ്റിംഗ് വോട്ടെന്ന് ചോദിച്ചാൽ, ഒരു പ്രമേയം സഭയിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അഭിപ്രായങ്ങളുണ്ടാവും. അങ്ങനെ അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ തുല്യമായിട്ട് നിൽക്കുമ്പോൾ അത് ഏത് സൈഡിലേക്ക് വരണം എന്നുള്ളത് സ്പീക്കറുടെ നിശ്ചയമാണ്. സ്പീക്കറിന് വേണമെങ്കിൽ അത് പാസ്സാക്കുന്നതിനായിട്ട് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്നതിനാണെങ്കിൽ സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഈ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിലനിർത്താൻ വേണ്ടിയിട്ട് 7 പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് ഇദ്ദേഹം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഓൾവേസ് കാസ്റ്റിംഗ് ജോസ് എന്ന AC ജോസ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അങ്ങനെയാണ്. ഈ കാലയളവിൽ തന്നെയാണ് കരുണാകരൻ 3ാം വട്ടവും ആരായി മാറുന്നത്, മുഖ്യമന്ത്രിയായിട്ട് മാറുന്നത്. 1982 നടന്ന തിരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ 3ാമതും മുഖ്യമന്ത്രിയാവുകയാണ്. UDFന് 72 സീറ്റും LDFന് 63 സീറ്റുമായിരുന്നു കക്ഷിനില. 1982 അല്ലെങ്കിൽ 8ാം നിയമസഭയിലേക്ക് 1987 കേട്ടോ, 1987 8ാം നിയമസഭയിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പദത്തിൽ തിരികെ എത്തിയത് കെ നയനാരാണ്. എന്നാൽ കാലാവധി തീരാനായിട്ട് 1 വർഷം കൂടി ബാക്കി നിൽക്കെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, രാജിവെക്കുകയും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയുമാണ് ഉണ്ടായത്. ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം അല്ലേ, എല്ലാ ജില്ലകളിലേക്കുമുള്ള കൗൺസിലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തിന് മുൻഗാമിയായിരുന്നു. അപ്പോൾ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈയിൽ വീണ്ടും നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നൊരു കണക്ക് കൂട്ടൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായത് ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ നേടിയൊരു മേൽക്കൈ, ആ മേൽക്കൈ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ഇത് സംഭവിക്കും, കൂടുതൽ വോട്ടുകൾ വീണ്ടും കിട്ടും, അധികാരം നിലനിർത്താനും പറ്റും. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയാണ്. 1993 നടന്ന തിരഞ്ഞെടുപ്പിൽ LDFന് 50 സീറ്റുകൾ മാത്രമേ നേടാനായിട്ട് സാധിച്ചുള്ളൂ. 80 സീറ്റ് എന്ന് പറയുന്നത് UDF അംഗങ്ങളുടെ പിന്തുണയോടെ കെ കരുണാകരൻ നേടിയെടുക്കുകയാണ്. അങ്ങനെ കെ കരുണാകരൻ 4ാമതും മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തി.
അദ്ദേഹം എഴുതിയ ഒരു കൃതിയുണ്ടെന്നാണ്. ഒരു ISRO ചാരക്കേസിനകത്തുനിന്ന് കരുണാകരന് രാജിവെക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. 1992 കാലയളവിൽ കത്തിപ്പടർന്നൊരു കേസാണ് ഏതെന്ന് പറയുന്നത്, ISRO ചാരക്കേസ് എന്ന് പറയുന്നത്. 1995 മാർച്ച് മാസം 22 ആൻ്റണി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തുകയാണ്. 1996 തിരഞ്ഞെടുപ്പിൽ നായനാർ മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയായി. 2001 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 100 സീറ്റുകൾ നേടിയ UDF, ആ സമയത്ത് UDFിൻ്റെ മന്ത്രിസഭയെ നയിച്ചത് ആൻ്റണിയാണ്. എന്നാൽ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആൻ്റണി രാജിവെക്കുകയും 2004 മുതൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വരികയും ചെയ്തു. 2006 തെരഞ്ഞെടുപ്പിനൊടുവിൽ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ്റെ കാലഘട്ടം 2011 വരെയാണ്. 2011 ഈ പറയുന്ന നമ്മുടെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് എത്തിയത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാരായിരുന്നു. 2011 എത്തിയത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. എന്നാൽ 2016 2021 നിലവിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ചുമതല ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനാണ്. അങ്ങനെ 2016 മുതൽ നിലവിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2016 2021 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദീർഘമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം. ഇതിൽ നിന്നാണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഫാക്റ്റുകൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, നിയമസഭകൾ മനസ്സിലാക്കുവാൻ പോകുന്നത്, നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംജ്ഞകൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഭാസിസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.